പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. കോതമംഗലത്ത് അങ്കനവാടി താലൂക്ക് തല പ്രവേശനോത്സവം നടന്നു. ഉത്സവാന്തരീക്ഷത്തിൽ കുരുന്നുകളെ വരവേൽക്കാൻ അയിരൂർപ്പാടം അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അംഗനവാടി പ്രവേശനോത്സവം പിണ്ടിമന പഞ്ചായത്തിലെ 10ാം വാർഡിലെ സെന്റർ 14ാം നമ്പർ അയിരൂർപ്പാടം അംഗനവാടിയിൽ കുരുന്നുകൾക്ക് കിരീടം വെച്ച് പൂക്കളും ബലൂണും മധുരവും നൽകി ആന്റണി ജോൺ MLA നിർവഹിച്ചു. അപ്പോൾ ഒരു അധ്യയന വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്നലെ ഏതാണ്ട് 40 ലക്ഷത്തോളം കുട്ടികൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് കേരളത്തിൽ സ്കൂളുകളിലേക്ക് വരികയാണ്. അതിന് സമാനമായി ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ അംഗനവാടികളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ മേഖല ആകെ സജീവമായി ഇന്നു മുതൽ മുന്നോട്ട് പോവുകയാണ്. നല്ല നിലയിൽ തന്നെ കുട്ടികൾക്ക് എല്ലാ നിലയിലുമുള്ള സൗകര്യവും സാഹചര്യവും ഓരോ അംഗനവാടിയിലും ഒരുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നന്നായി തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവരും, ഇത് ആദ്യ ദിവസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അല്പം കരച്ചിലും ചിരിയും കളിയും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ ഇവിടെ ഒത്തുകൂടി. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിസ് സാജു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ SM മലിയാർ, ICDS സൂപ്പർവൈസർ വിമല അംഗനവാടി സേവന പദ്ധതി വിശദീകരണം നടത്തി. വർക്കർ സിജി ആന്റണി, ഹെൽപ്പർ അലീമ അബ്ദുൾ റഹ്മാൻ, ALMC അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. അലങ്കാരങ്ങളിലും കുട്ടികളുടെയും അമ്മമാരുടെയും പാട്ടും കളികളും ഉത്സവാന്തരീക്ഷം നൽകി. വർഷങ്ങളായി പിണ്ടിമന പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മാതൃകാ സ്മാർട്ട് അംഗനവാടിയാണ് അയിരൂർപ്പാടം അംഗനവാടി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.